CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ഗോപി വന്ദനത്തിന് തുടക്കമായി. പ്രശസ്ത കഥകളി ആചാര്യൻ പത്മശ്രീ കലാമണ്ഡലം ഗോപി ആശാനെ കുന്നംകുളം പൌരാവലിയും സാംസ്കാരിക സംഘടനകളും ചേർന്ന് കുന്നംകുളം കഥകളി ക്ലബിന്റെ നേതൃത്വത്തിലാണ് ആദരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷന്റെ ആദ്യ മേയറും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന ജോസ് കാട്ടൂക്കാരൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം വിശ്രമത്തിലായിരുന്നു. അരനാട്ടുകരയിലെ വസതിയിൽ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. KPCC യോഗത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ തുറന്നടിച്ച് കെ മുരളീധരൻ. TN പ്രതാപനും ജോസ് വള്ളൂരിനുമെതിരെ രൂക്ഷ വിമർശനം. പണം കിട്ടിയാലേ പ്രവർത്തിക്കൂ എന്നതായിരുന്നു പ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുടെ നിലപാടെന്നും മുരളീധരൻ വ്യക്തമാക്കി. തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരന്റെ സഹോദരിയും BJP നേതാവുമായ പത്മജ വേണുഗോപാൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായെന്ന തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരന്റെ വിമർശനത്തിന് പിന്നാലെയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പത്മജയും രംഗത്തെത്തിയത്. മേളാചാര്യൻ കേളത്ത് അരവിന്ദാക്ഷൻ മാരാർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഒല്ലൂർ സ്വദേശിയാണ്. 4 പതിറ്റാണ്ട് തൃശൂർ പൂരത്തിന്റെ ഭാഗമായിരുന്നു. വടക്കേക്കാട് നാലാംകല്ലിൽ സ്കൂട്ടറും ബൈക്കും കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്ക്. സ്കൂട്ടർ യാത്രക്കാരൻ അഞ്ഞൂർ ഞമനേങ്ങാട് സ്വദേശി 19 വയസ്സുള്ള പള്ളത്തൂർ വീട്ടിൽ അതുലിനാണ് പരിക്കുപറ്റിയത്. ജൂൺ 17 മുതൽ 20 വരെ കുന്നംകുളം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാന ഇന്റർ പോളി കലോത്സവത്തിന്റെ സംഘാടക സമിതി രൂപീകരിച്ചു. പഴഞ്ഞി ഐനൂർ നൂറുൽ ഹുദ ജുമാ മസ്ജിദും കോയമ്പത്തൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ദി ഐ ഫൗണ്ടേഷനും ചേർന്ന് സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് നടത്തി. രഞ്ജു സിനിമാസിന്റെ ബാനറിൽ നിയാസ് വാണിയമ്പലം നിർമ്മിച്ച് പ്രകാശ് കുഞ്ഞൻ കഥയെഴുതി സംവിധാനം ചെയ്യുന്ന കച്ചറ പാർട്ടീസ് എന്ന ചിത്രത്തിന്റെ പൂജ നടന്നു. പ്രകാശ് കുഞ്ഞൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ കച്ചറ പാർട്ടീസിന്റെ ഭാഗമായി CCTV ചാനൽ പ്രവർത്തകരും കുന്നംകുളം ബ്യൂറോ ചീഫായിരുന്ന ഉമ്മർ മുഹമ്മദ്, സീനിയർ ക്യാമറാമാനായിരുന്ന സാജൻ ആന്റണി, ന്യൂസ് കോർഡിനേറ്റർ ജോസ് മാളിയേക്കൽ എന്നിവരാണ് സിനിമയുടെ അണിയറയിൽ പ്രധാന റോളുകൾ നിർവഹിക്കുന്നത്. ചങ്ങരംകുളത്ത് മുസ്ലിം സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മഴയ്ക്കുവേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനയും നമസ്കാരവും സംഘടിപ്പിച്ചു. ചങ്ങരംകുളം സ്നേഹ ഓഡിറ്റോറിയത്തിന്റെ മുൻവശത്തായിരുന്നു നമസ്കാരവും പ്രാർത്ഥനയും നടന്നത്. പുന്നൂർകുളം സെവൻസ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ 2ാമത്തെ വീടിന്റെ കട്ടിളവെപ്പ് നടത്തി. രോഗിയും നിർധന കുടുംബാംഗവുമായ പരൂർ അബൂബക്കറിനാണ് 2ാമത് ഭവന നിർമ്മാണം ആരംഭിച്ചത്. പാറന്നൂർ സെന്റ് മേരീസ് സിറിയൻ സിംഹാസന ചാപ്പലിൽ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന മോർ ഗബ്രിയേൽ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. ശനി ഞായർ ദിവസങ്ങളിലായാണ് മോർ ഗബ്രിയേൽ പിതാവിന്റെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ഞായറാഴ്ച പാമ്പാടി തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. പാമ്പാടി തീർത്ഥാടന സംഘത്തിന്റെ നേതൃത്വത്തിലാണ് ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചത്. കുന്നംകുളം പാറയിൽ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. CPIM തൃത്താല ഏരിയ കമ്മിറ്റി അംഗവും KCEU CITU ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ സെക്രട്ടറിയുമായിരുന്ന PS ആൻഡ്രിയുടെ 11ാമത് ചരമവാർഷികം ആചരിച്ചു. ചൊവ്വനൂരിൽ കാട്ടുപന്നിയെ അജ്ഞാത വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. അറേബ്യൻ പാലസ് കല്യാണ മണ്ഡപത്തിന് മുന്നിലാണ് ഞായറാഴ്ച പുലർച്ചെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്വേഷ പ്രചരണത്തിനെതിരെ SDPI കുന്നംകുളം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. പേങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പഴയ പള്ളിയുടെ കീഴിലുള്ള സെന്റ് ജോർജ് സെമിത്തേരി ചാപ്പലിൽ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ആഘോഷിച്ചു. കുന്നംകുളം കാണിപ്പയൂർ താഴ്വാരം കൂട്ടായ്മയുടെ 7ാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.